കോൺഗ്രസ് ഭരണഘടന അന്തസ്സ് ഹനിക്കും വിധം കൂട്ടിച്ചേർത്തലുകൾ നടത്തി. കോൺഗ്രസ് 77 തവണ ഭരണഘടന ഭേദഗതി ചെയ്തു. രാഹുൽ ഗാന്ധി ഭരണഘടനയെ ചൂണ്ടിക്കാട്ടി ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് അമിത്ഷാ. രാഹുലിന്റെ കരയിലെ ഭരണഘടന ശൂന്യമെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കോൺഗ്രസ് ഭരണഘടനയുടെ അന്തസ്സ് ഹനിക്കും വിധം കൂട്ടിച്ചേർക്കലുകൾ നടത്തി. ആദ്യ ഭേദഗതി തന്നെ ഇതിനായാണ്. കോൺഗ്രസ് 77 തവണ ഭരണ ഭേദഗതി ചെയ്തു. BJP ഭരണ ഭേദഗതി ചെയ്ത് വനിതാ സംവരണം കൊണ്ടുവരുന്നത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടെന്നാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്. സുപ്രീം കോടതി നിർദ്ദേശിച്ചതാണത്. സുപ്രീം കോടതിക്ക് വോട്ട് ബാങ്ക് ഉണ്ടോ? മുത്തലാഖ് റദ്ദാക്കിയും വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾ വരുത്തിയും BJP ആണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഇന്ത്യ രൂപപ്പെട്ടപ്പോൾ പലരും രാജ്യം തകരുമെന്ന് കളിയാക്കിയെന്നും അദ്ദേഹം പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു. സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ളവരുടെ പ്രവർത്തന ഫലമായാണ് രാജ്യം ശക്തമായി ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇന്ത്യ ലോകത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറി. ബ്രിട്ടനും ഇപ്പോൾ ഇന്ത്യക്ക് പിറകിലാണ്. ലോകത്തെ ഏറ്റവും മികച്ചതും സമഗ്രവുമായ ഭരണഘടന ഇന്ത്യയുടേതാണ്. ബ്രിട്ടനിലെ രാജ്ഞിയുടെ വാച്ചിലെ സമയത്തിനനുസരിച്ച് വൈകിട്ടത്തെ ബജറ്റ് അവതരണം മാറ്റാൻ പോലും കോൺഗ്രസിന് പറ്റിയില്ല. രാഹുൽ ഗാന്ധി ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഭരണഘടനയെ ഉപയോഗിക്കുന്നത്. ഭരണഘടന കയ്യിൽ വെച്ച് കോൺഗ്രസ് കള്ളം പറയുകയാണ്. അടിയന്തരാവസ്ഥാ കാലത്ത് ജയിലിലായവരുടെ പാർട്ടികൾ ഇപ്പോൾ കോൺഗ്രസിനൊപ്പമുണ്ട്. ഇപ്പോൾ ആരോടൊപ്പമാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് ചോദിച്ച് അദ്ദേഹം ഇടതുപക്ഷത്തെയും പരിഹസിച്ചു. അടിയന്തരാവസ്ഥാ കാലത്ത് പാട്ടുകൾ പോലും കോൺഗ്രസ് നിരോധിച്ചു. ഇവരാണ് ജനാധിപത്യത്തെ പറ്റി പറയുന്നത്. ഇന്ദിരാഗാന്ധിക്കെതിരെ എഴുതിയ ദുഷ്യൻ കുമാറിന്റെ കവിത സഭയിൽ വായിച്ചുകൊണ്ടാണ് അമിത്ഷാ വിമർശനം ഉന്നയിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം ഭരണഘടന വേണോ അധികാരം വേണോ എന്ന ചോദ്യം ഉയരുമ്പോഴെല്ലാം അധികാരത്തിന് പുറമെ പോയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് കുറ്റപ്പെടുത്തി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും രംഗത്തെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ചില പ്രതിപക്ഷ നേതാക്കൾ ഭരണഘടനയുടെ പകർപ്പ് പോക്കറ്റിലിട്ട് നടക്കുന്നത് കാണുന്നുണ്ട്. അവരത് കുട്ടിക്കാലത്ത് കണ്ട് ശീലിച്ചതാവണം. അവരുടെ കുടുംബം തലമുറകളായി ഭരണഘടനയെ പോക്കറ്റിലിട്ട് നടന്നവരാണ്. രാഹുലിനെ പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. എന്നാൽ ഞങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടനയെ പരിപാലിക്കുന്നത് സ്വന്തം ശിരസിലാണ്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ തകർത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ഏതെങ്കിലും ഒരു പാർട്ടി രാജ്യത്തിന് നൽകിയ സമ്മാനമല്ല നമ്മുടെ ഭരണഘടന. രാജ്യത്തെ പാവപ്പെട്ട വീട്ടിൽ നിന്നൊരാളെ പ്രധാനമന്ത്രി പദത്തിലേക്കും രാഷ്ട്രപതി പദത്തിലേക്കും എത്തിക്കാൻ അവസരം നൽകിയത് ഭരണഘടനയാണ്. പാവപ്പെട്ടവർക്ക് നല്ല വീടുകളും സൗജന്യ ഭക്ഷ്യധാന്യങ്ങളും കുടിവെള്ളവും ശൗചാലയവും ഉറപ്പാക്കാൻ ഭരണകൂടത്തിന് സാധിക്കുന്നു. സ്ത്രീകൾക്ക് 1/3 സംവരണം ഉറപ്പാക്കുന്ന നാരീശക്തി വന്ദൻ അധിനിയം പാസാക്കിയതും OBC കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സംവരണാവകാശം നൽകിയതും ഭരണഘടനയുടെ മൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.